വിദേശ രാജ്യങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സന്ദർശനം കഴിഞ്ഞു വരുന്നതുവരെ വളരെ മനോഹരമായ പല വിധത്തിലുള്ള വാർത്തകളും ദൃശ്യങ്ങളുമൊക്കെ അവിടെ നിന്ന് നമുക്ക് ലഭിക്കാറുണ്ട്. ഇപ്പോൾ നല്ല ഒരു ദൃശ്യമാണ് അവിടെ നിന്ന് വന്നിരിക്കുന്നത്. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ 42ാം തലമുറയിലെ നേരിട്ടുള്ള പിൻഗാമിയായ ജോർദാനിയൻ കിരീടാവകാശി അൽ ഹുസൈൻ ബിൻ അബ്ദുള്ള രണ്ടാമൻ ഓടിക്കുന്ന കാറിൽ കാഴ്ചകളൊക്കെ ആസ്വദിച്ചിരിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പലർക്കും, പ്രത്യേകിച്ച് മുസ്ലിം വിരുദ്ധനെന്ന് നരേന്ദ്രമോദി മുദ്രകുത്തുന്ന ഇന്ത്യയിലെ മോദി വിരുദ്ധർക്ക് നല്ല ഒന്നാന്തരം കണ്ണുകടി ഉണ്ടാക്കുന്ന സൂപ്പർ ദൃശ്യം. സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാകുന്ന ഈ ദൃശ്യം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ്. ജോർദാൻ സന്ദർശനത്തിന് എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാർ ഡ്രൈവ് ചെയ്യുന്ന യുവാവാണ് ശ്രദ്ധാകേന്ദ്രം ആയിരിക്കുന്നത്. അദ്ദേഹം വെറുമൊരു ഡ്രൈവറല്ല, മറിച്ച് ജോർദാന്റെ കിരീടാവകാശിയാണ് ആ യുവാവ് എന്നുള്ളതാണ് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത്. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ 42ാം തലമുറയിലെ നേരിട്ടുള്ള പിൻഗാമിയായ ജോർദാനിയൻ കിരീടാവകാശി അൽ ഹുസൈൻ ബിൻ അബ്ദുള്ള രണ്ടാമനാണ് തന്റെ സ്വന്തം കാറിൽ സ്വയം ഡ്രൈവ് ചെയ്ത് പ്രധാനമന്ത്രി മോദിയോടൊപ്പം ഒരു സ്പെഷ്യൽ റൈഡ് നടത്തിയത്. സാധാരണഗതിയിൽ ഒരു വിദേശ ഭരണാധികാരിയുടെ സന്ദർശനത്തിൽ ഉണ്ടാകുന്ന ഔദ്യോഗിക പ്രോട്ടോകോളുകൾ എല്ലാം മാറ്റിവെച്ചാണ് ജോർദാൻ കിരീടാവകാശി പ്രധാനമന്ത്രി മോദിയുമായി നേരിട്ട് കറങ്ങാൻ ഇറങ്ങിയത്. അമ്മാനിലെ റാസൽ ലൈൻ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ജോർദാൻ മ്യൂസിയത്തിലേക്കായിരുന്നു രണ്ടുപേരുടെയും യാത്ര. ഇന്ത്യയും ജോർദാനും തമ്മിലുള്ള ശക്തവും ഊഷ്മളവുമായ ബന്ധത്തെ പ്രതിഫലിപ്പിക്കുന്ന ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ ലോകമാകെ ചർച്ച ചെയ്യുകയാണ്. നിലവിലെ ജോർദാൻ രാജാവായ അബ്ദുള്ള രണ്ടാമൻ രാജാവിന്റെ പ്രത്യേക ക്ഷണപ്രകാരമാണ് 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യൻ പ്രധാനമന്ത്രി ജോർദാനിൽ എത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രി മോദിയുടെ 4 ദിവസം നീണ്ടു നിൽക്കുന്ന ത്രിരാഷ്ട്ര പര്യടനത്തിലെ ആദ്യ രാജ്യമാണ് ജോർദാൻ. കഴിഞ്ഞ ദിവസം വൈകിട്ട് ജോർദാനിൽ വിമാനമിറങ്ങിയ മോദിയെ ജോർദാൻ പ്രധാനമന്ത്രി നേരിട്ടെത്തിയാണ് സ്വീകരിച്ചത്. ഇതുപോലെ തന്നെയാണ് സൗദി കിരീടാവകാശിയുമായുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബന്ധം. ഇന്ത്യക്കെതിരെ പ്രവാചക നിന്ദ ആരോപിച്ച് മോദിയെ പ്രതിരോധത്തിലാക്കാനുള്ള ഇസ്ലാമിക തീവ്രവാദ ശക്തികളുടെയും പ്രതിപക്ഷത്തിന്റെയും ഒക്കെ ഗൂഢനീക്കങ്ങൾക്കുള്ള മറുപടി കൂടി മോദി നൽകിയത് സൗദി രാജകുമാരനുമായിട്ടുള്ള ആ അടുത്ത ഊഷ്മളമായ ബന്ധത്തിൽ നിന്നാണ്. സൗദിയിൽ ഈ അടുത്ത കാലത്തുണ്ടായ മാറ്റങ്ങളിലൊക്കെ മുഹമ്മദ് ബിൻ സൽമാൻ അൽ സൗദിന്റെ പങ്ക് വളരെ വലുതായിരുന്നു. സൗദി പോലുള്ള ഒരു രാജ്യത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ ഭാരതത്തിന്റെ ദർശനങ്ങൾ സ്വന്തമാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ്. സൗദി അറേബ്യയിൽ നിന്നും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വന്ന ചില തീരുമാനങ്ങൾ അത് കേട്ടവരെയൊക്കെ അമ്പരപ്പിക്കുന്ന തരത്തിലുള്ളതായിരുന്നു. ഒന്നാമതായിട്ട് മുസ്ലിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിഷ്ഠകളിൽ ഒന്നായ ബാങ്ക് വിളിയിൽ ഉച്ചഭാഷണികളെ ഉപയോഗിക്കുന്നതിന് നിയന്ത്രണം കൊണ്ടുവന്നു. അതിനുശേഷം ഭാരതീയരായ എല്ലാവർക്കും അഭിമാനം തന്നൊരു വാർത്തയായിരുന്നു ഇന്ത്യൻ ഇതിഹാസങ്ങൾ രാമായണത്തെയും മഹാഭാരതത്തെയും കുറിച്ച് സൗദിയിലെ വിദ്യാർത്ഥികളിൽ അവബോധമുണ്ടാക്കുക. അതിനായി ഭരണകൂടം നടപടികൾ സ്വീകരിച്ചു. അത് കഴിഞ്ഞ് 3 മാസം പിന്നിട്ടപ്പോൾ വീണ്ടും ഒരു പരിഷ്കാരം സൗദി നടപ്പാക്കി. വളരെ ശ്രദ്ധേയമായ ഒരു പരിഷ്കാരമായിരുന്നു അത്. പണ്ടൊക്കെ സൗദിയിലെ സർക്കാർ സ്കൂളുകളിൽ നൽകിയിരുന്ന പുസ്തകങ്ങളിൽ മുസ്ലിം ഇതര സമുദായങ്ങളെ പന്നികളെന്നും കുരങ്ങുകളെന്നും ഒക്കെ പരാമർശിച്ചിരുന്ന ആ രീതികളൊക്കെ മാറ്റുക എന്നതായിരുന്നു. പറഞ്ഞു വന്നത് അവിടുത്തെ സൗദിയിലെ കിരീടാവകാശി, സൗദിയിലെ രാജകുമാരനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആദർശങ്ങളോടും ഇന്ത്യയോടുമൊക്കെ വളരെയധികം താല്പര്യമുള്ള ഒരു വ്യക്തിയാണ് എന്നിടത്താണ് മോദിയിലെ മുസ്ലിം വിരുദ്ധത അത് എത്രമാത്രം പ്രശ്നക്കാരനാണ്, അല്ലെങ്കിൽ മോദിക്ക് അങ്ങനെ മുസ്ലിം വിരുദ്ധത ഉണ്ടോ എന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം ലഭിക്കുന്നത്. എന്തായാലും ഇതുപോലുള്ള വലിയ വലിയ മുസ്ലിം രാഷ്ട്രങ്ങളൊക്കെ, മുസ്ലിം രാഷ്ട്രത്തിലെ തലവന്മാരൊക്കെ മോദിയെ ചേർത്ത് പിടിക്കുന്നു എങ്കിൽ എന്തുകൊണ്ട് ഭാരതത്തിലുള്ള ആ ഒരു സമുദായത്തിൽപ്പെട്ടവർക്ക് നരേന്ദ്രമോദിയെ ഇത്രയും വെറുക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ഇവിടെ ഒരു ചോദ്യം. അല്ലെങ്കിൽ അവർ അത് എന്തുകൊണ്ട് നരേന്ദ്രമോദിയെ മാറ്റി നിർത്തുന്നു എന്നതാണ് വലിയൊരു ചോദ്യം. ഗസയിലെ വംശഹത്യ തടയുന്നതിനും സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും ജോർദാൻ നടത്തുന്ന ഇടപെടലുകളെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രശംസിച്ചു. പശ്ചിമേഷ്യയിൽ എത്രയും വേഗം സമാധാനവും സ്ഥിരതയും തിരിച്ചു കൊണ്ടുവരണമെന്നും നേതാക്കൾ ആഹ്വാനം ചെയ്തു. ഇന്ത്യ ജോർദാൻ നയതന്ത്ര ബന്ധത്തിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തുന്ന ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ജോർദാനിൽ എത്തിയതാണ് നരേന്ദ്രമോദി. 37 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ജോർദാനിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മസ്.